മീനുട്ടി ആ? ഉറങ്ങിയില്ലയോ അതോ ഉറക്കം കൂടിയോ? ഉറക്കം കൂടിയതാന്ന് എനിക്ക് തോന്നുന്നത്. കൂടിയതാണല്ലേ? തോന്നുന്നതാണോ? അല്ല, ഉറക്കം നമ്മള് കൂടി. കാലത്ത് എണ്ണീറ്റ് കഴിയുമ്പോ നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അല്ല, എനിക്ക് അങ്ങനെ സാധാരണ കുഴപ്പമില്ലാത്ത, ഞാൻ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എത്ര നേരം വേണം ഉറങ്ങും. അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്. എനിക്ക് നിർബന്ധമില്ല അത്ര നേരം ഉറങ്ങണമെന്ന്. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങും, അത്രേ ഉള്ളൂ. ഉറക്കം മാത്രല്ല, കുറച്ചൊന്ന് നന്നായോ ഒത്തിരി തടി വെച്ചിട്ടുണ്ടോന്ന്. പ്രായം കൂടല്ലേ? ക്രിസ്മസ് കേക്ക് കേക്ക് ഒന്നുമില്ല, ന്യൂ ഇയറിന് അവിടുത്തെ പന്നിയെ മുഴുവൻ കഴിച്ചെന്നാ കേട്ടത്. ഞാൻ എല്ലാം കഴിച്ചു. അവിടെ ഭയങ്കര കൊറേ ഫുഡെല്ലാം ഉണ്ടാക്കി വീട്ടില്. പിന്നെ ന്യൂ ഇയറിന് അവിടെ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ വന്നില്ല, പക്ഷെ ഇവിടുന്ന് കൊറേ നമ്മുടെ ശ്യാം ചേട്ടനും ലിനു ചേട്ടനും അങ്ങനെ കൊറേ പേര് ഇഷ്ടം പോലെ വീട്ടിൽ വന്നു. മീനുട്ടിയുടെ വീട്ടിൽ വന്നു. പരിപാടിക്ക് വന്നതാ. നമ്മളെയൊന്നും വിളിക്കുന്നില്ല. നമ്മള് വിളിച്ചാ ഫോൺ പോലും എടുക്കൂല. ഞാനൊന്ന് പറയുന്നത് കേക്കണേ. അത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ അവിടെ തൊട്ടടുത്ത പള്ളി ഉണ്ടായിരുന്നു, പുന്നത്തറ പള്ളി. അവിടെ പ്രോഗ്രാമിന് വന്ന അപ്പൊ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ വീടിന്റെ തൊട്ടടുത്തപ്പോ എല്ലാരും ഞാൻ മീനൂട്ടി ഇനോഗ്രേഷൻ ആയിരുന്നു. അല്ല, ഞാൻ തിരി കൊളുത്തി. അതിനാ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. തിരി കൊളുത്തുന്ന ഇങ്ങനെ കൊളുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഗ്ലാമറിന്റെ കോട്ടം തട്ടിയിട്ടില്ല. മീനുട്ടി സ്വപ്നം കാണാറുണ്ടോ? ഇഷ്ടംപോലെ. പിന്നെ ഞാൻ ഇന്നും കൂടി ഒരു സ്വപ്നം. എന്താ കണ്ടത്? ഇന്നപ്പോ ഇന്നലെയാണോ? ഇന്നലെ ഉറക്കത്തിലാണോ? ഇന്ന് ഉറക്കത്തിലാണോ? ഇല്ല, ഇന്ന് രാവിലെ. അതുകൊണ്ട് ഉറക്കം അത്ര ശരിയായില്ല. എന്നെ കണ്ടേ? അല്ല, ഇപ്പൊ പുതിയ ഒരുപാട്. ഞാൻ ഇന്നലെ മറ്റേ ചന്ദ്രന് സുനിത വില്യംസിന്റെ ചേട്ടൻ അറിഞ്ഞോ? ഒരു 1.5 വർഷമായിട്ട് സുനിത വില്യംസ് എവിടെയാ? എന്റെ ചേട്ടാ, 16 പ്രാവശ്യം സൂര്യൻ അസ്തമിക്കും, 16 പ്രാവശ്യം ഉദയം ചെയ്യൂത്ര. സൂര്യൻ ചന്ദ്രന് പോയോ? സൂര്യനെ കണ്ടു. അങ്ങനെ ഒരു ഇത് എന്ന് വെച്ചാ സുനിത വില്യംസിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ഒക്കെ കഴിക്കുന്നതായിട്ട് അപ്പൊ അവിടുന്നുണ്ട് മറ്റേ കൗസല്യ അതെ കീർത്തനമൊക്കെ പാടി. ചേട്ടാ, പക്ഷെ ഒന്ന് പാടാ 16 പ്രാവശ്യം ഉദയം ഒരു ദിവസം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, പാവപ്പെട്ട സൂര്യനെ വിടാം. സ്റ്റഡീസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. മക്കളെ, അമ്മയ്ക്ക് മധു സാർ ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് നീ പെട്ടെന്ന് ഞാനാണെന്ന് പറഞ്ഞു. നീ ഒരു ടെൻഷനിലാ പറഞ്ഞത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിന്റെ മനസ്സ് ഇത്തിരി ചഞ്ചലപ്പെട്ടിരിക്കുക. വൈ? ഞാൻ രാവിലെ ഒരു ദോശയെ കഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് ചഞ്ചലം. അയ്യോ, ഉണ്ട്, ബന്ധമുണ്ട്. ഒരു നമ്മള് ഫുൾ നമുക്ക് വിശപ്പിച്ചിരി ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കുറച്ച് മാറും. വിശപ്പിന്റെ ആളാണ് ഈ പറയുന്നത്. എന്നോട് നീ പറഞ്ഞു നിനക്ക് വിശക്കുന്നുണ്ടോ കൊച്ചിന്? ഞാൻ ചെറുതായിട്ട് അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് വയറ് വിശന്നിട്ടാണ് വന്നെന്ന് പാടിയത്. അപ്പൊ അവന്റെ ചിന്ത മുഴുവൻ മാനത്തെക്കായലല്ല, ബ്രഹ്മാനന്ദന്റെ ചേട്ടന് കള്ളിച്ചെല്ലമ്മ ഒന്നുമല്ല. കാരണം ഒരു ദോശ ഞാൻ കഴിച്ചുള്ളൂ, മാനത്തെക്കായൽ ഒരു ദോശയും കൂടെ കഴിക്കാൻ. ചട്നിക്ക് കുറച്ച് മക്കൾ ഇനി കേറുന്നതിന് മുമ്പ് ഒരു 10 ദോശയെങ്കിലും കഴിച്ചിട്ട് നീ കയറി. മിനിമം. MG ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അങ്കിള് വിചാരിച്ചു അങ്കിളെ എനിക്ക് പേടിയാവുന്നുണ്ട്, എലിമിനേഷൻ ഒക്കെ അങ്ങനെ എന്തെങ്കിലും എന്തോ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ശരി മോനെ, അടുത്ത തവണ വരുമ്പോഴ് ദോശയൊക്കെ ഇഷ്ടം പോലെ കഴിയും, എന്നാലും റിലാക്സ്ഡ് ആവണം സ്റ്റേജ്. ഓക്കെ, സമാധാനം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.